ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്താണ് അതിനൊരു പോംവഴി എന്ന് ആലോചിക്കുന്നു എന്നൊരു ആശ്വാസകരമായ മറുപടി നമ്മൾ പ്രതീക്ഷിക്കും. കൈമലർത്തി കാണിക്കുന്ന ഒരു മന്ത്രിയെ നമുക്ക് ആവശ്യമില്ലല്ലോ. എന്നെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ വളരെ സന്തോഷവാനാണ്, അതിഭീകരമായ സന്തോഷവാനാണ്. ആ മുന്നേ ക്ലൗഡ് 9 എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നു ചിലപ്പോഴൊക്കെ, ഒരു ഗംഭീര വാക്കാണ് അത്ര. ആയിക്കോട്ടെ, VD സതീശനെ അപാരമായിട്ട് സ്നേഹിക്കുന്ന, കോൺഗ്രസ് ഗവൺമെന്റിനെ അപാരമായിട്ട് സ്നേഹിക്കുന്ന നമ്മുടെ സ്മൃതി പരുത്തിക്കാടിൽ നിന്ന് തന്നെ ഇപ്പോഴിതാ ഉത്തരം വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനത്തെ കുറെ മന്ത്രിമാരെന്ന്. എങ്ങനത്തെ കുറെ മന്ത്രിമാര്? സാറേ, നാട്ടിൽ കറണ്ട് ഇല്ലട്ടാ, കറണ്ട് പോയിക്കൊണ്ടിരിക്കണ്ടാ, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോ അറിയില്ല കേട്ടോ, ഈ പ്രതിസന്ധി എന്ന് തീരുമെന്ന് അറിയില്ല എന്ന് കൈയിങ്ങനെ മലർത്തി കാണിക്കുന്ന ഒരു മന്ത്രി എന്തിനാണ് നമുക്ക്? എന്റെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മഹാഭാഗ്യവന്മാരാ, മഹാഭാഗ്യവന്മാരാ. ആ പ്രളയകാലത്തെങ്ങാനായിരുന്നു ഇവർ നമ്മളെ ഭരിച്ചിരുന്നുവെങ്കിൽ ആളുകളൊക്കെ മരിച്ചു പോവാണ്, നമ്മളെന്ത് ചെയ്യാനാ? വീടുകളിലേക്കൊക്കെ വെള്ളം കയറുകയാണ്, നമ്മളെന്ത് ചെയ്യാനാ? സാറേ, വെള്ളമെല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു, ഇനിയിപ്പോൾ ആ വീടുകളിലൊക്കെ ചളിയൊക്കെ ഉണ്ട്, അതെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യാനാ? ഇതിന് പകരം പിണറായി വിജയൻ എന്നാ പറഞ്ഞേ? എന്തത്ര വലിയ പേടിക്കുള്ളത്? നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരുന്നു അന്ന് ഭരിച്ചിരുന്നു എന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയാനും കേൾക്കാനും ഉണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ നമ്മളില്ല, കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല. കാരണം ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഇവർക്കൊന്നും സാധിക്കില്ല എന്ന് കഴിഞ്ഞ ഒരു 60 ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്മൃതി പരുത്തിക്കാടിന് മനസ്സിലായി എന്നുള്ളതാണ്. സന്തോഷം. എന്തായാലും കേൾക്ക്. എപ്പോഴാണ് അങ്ങനല്ലല്ലോ, ഒന്നുകൂടി പറഞ്ഞ. ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്താണ് അതിനൊരു പോംവഴി എന്ന് ആലോചിക്കുന്നു എന്നൊരു ആശ്വാസകരമായ മറുപടി നമ്മൾ പ്രതീക്ഷിക്കും. കൈമലർത്തി കാണിക്കുന്ന ഒരു മന്ത്രിയെ നമുക്ക് ആവശ്യമില്ലല്ലോ. അദ്ദേഹം എന്താണ് ഇനി എപ്പോഴാണ് ഭരിക്കാൻ പറ്റുക എന്ന് അറിയില്ല എന്ന് കൈമലർത്തി കാണിക്കുന്ന ഒരു യഥാർത്ഥ മറുപടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതികൾ മാത്രമല്ല, മറ്റ് ആണവ പദ്ധതികളിലേക്കൊക്കെ നീങ്ങേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ എന്റെ പൊന്നു സുഹൃത്ത്, 5-10 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് നേരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ അതൊക്കെ 2-3-4 വർഷം പിടിക്കും. അപ്പോഴത്തേന് അരമണിക്കൂർ വെച്ചിട്ട് 2 മണിക്കൂറോളം കട്ട്. എന്തിനേറെ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പോലും കട്ടുണ്ടായത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവരാണ് ഞാൻ. എങ്ങനെയുണ്ട്? 1.25 മണിക്കൂർ ഇദ്ദേഹത്തിനടക്കം വൈദ്യുതി ഇല്ലാതെ വീട്ടിലിരിക്കേണ്ട ഗതികേട് വന്നു. നോക്കൂ, പൂക്കി പിള്ളേരടക്കം തെറി പറയാൻ തുടങ്ങിയിരിക്കുന്നു. കറണ്ട് പോയി. ആദ്യമായിട്ട് കഴിവില്ലാത്തവന്മാർക്ക് ഭരിക്കാറുണ്ടെങ്കിൽ സിസ്റ്റം കൺട്രോൾ ചെയ്യാറുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. ലാസ്റ്റ് അവൻ എന്തോ പറയുന്നുണ്ട്, അത് ചെറുതായിട്ടൊന്നാണ്ട് എന്താ പറയാ മങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവൻ പറയുന്നൊക്കെ മുഴുവൻ നിങ്ങളെ കേൾപ്പിച്ചു തരാൻ നിന്നതിൽ കുറച്ച് കഷ്ടമുണ്ട്. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞു പോകും, നമ്മളടക്കമുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞു പോകും. എന്തായാലും സ്മൃതി പരുത്തിക്കാടിനൊക്കെ ചൊറിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ചൊറിച്ചിനൊപ്പം തന്നെ ഇനി ഒരാളെ കൂടി വർത്തമാനം നിങ്ങൾ കേൾക്കണം. VD സതീശൻ മന്ത്രിയാവുന്ന സമയത്ത്, മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിനും 2.5 വർഷം മുമ്പേ ഞങ്ങൾ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളെ കുറിച്ച് ആലോചിച്ചിരുന്നു. മനസ്സിലായില്ല? VD സതീശ മേനോൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനും 2 വർഷം മുമ്പ് തന്നെ തങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഈ കേരളത്തെ എങ്ങനെ രക്ഷിക്കണമെന്ന് പറയുന്ന ഒരു പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. എന്നടാ ഇത് വേണോ രക്ഷിക്കല്? ഇങ്ങനെയാണോ രക്ഷിക്കാന്ന് വിചാരിച്ചത്? വേണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ആലോചന ഒന്നും വേണ്ടായിരുന്നു. പാതി വർഷവും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആലോചിച്ചതിന് ശേഷമാണ് VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തി പിറ്റേ ദിവസം മുതൽ കേരളത്തിൽ വ്യാപകമായി പവർ കട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. കേരളം കാണാതിരുന്ന പലരും
കേരളം കാണും എന്ന് പറഞ്ഞു. കേരളം കാണാതിരുന്നത് പലതും കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ജെൻസി തലമുറയെ സംബന്ധിച്ച് പവർ കട്ട്, രാത്രിയിൽ ഇരുട്ടത്തിരിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം, ഇതൊക്കെ കേരളത്തിന് സമ്മാനിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്ന് അന്ന് കേരളത്തെ ഒക്കെ വിമർശിക്കുകയും ഗവേഷണങ്ങളും ഒക്കെ ചെയ്തിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഗവൺമെന്റും. അല്ലേ? എന്തൊക്കെയായിരുന്നു അന്നത്തെ വിമർശനങ്ങൾ? ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോ സ്വന്തം കൂട്ടക്കാരടക്കം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നാട്ടുകാരും രാത്രി മുഴുവൻ പവർ കട്ടാ. 8 മണി 9 മണി തൊട്ടേ പവർ കട്ടാ. പിന്നെ ആ സമയത്തും ഉണ്ട് പവർ കട്ടെന്ന് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അത് സന്ധ്യാസമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്ത് കാലഘട്ടത്തിലൊക്കെ അത് ഭയങ്കരമായ ബുദ്ധിമുട്ട് തന്നെ പവർ കട്ട്. പിന്നെ ഇപ്പൊ പറയാതെ 10 വർഷമായിട്ടില്ലായിരുന്നല്ലോ പവർ കട്ട് ഇല്ലായിരുന്നല്ലോ. അങ്ങനെയുണ്ട്. 10 വർഷമായിട്ടില്ലായിരുന്നല്ലോ എന്ന് എന്നെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനിയൊരു കോൺഗ്രസ്സുകാരനാണ് കേട്ടോ. ഞാനൊരു ശുദ്ധ കോൺഗ്രസ്സുകാരനാണ്. ഉപ്പ് ഇന്നോ വെള്ളം കുടിക്കുമെന്ന് പിണറായി പറഞ്ഞ് ചുമ്മാ അല്ല. കറണ്ട് പോകുന്നുണ്ട്. എത്ര പ്രാവശ്യം കട്ട് ചെയ്യുന്നു? 2 പ്രാവശ്യം കട്ട് ചെയ്യുന്നു, 3 പ്രാവശ്യം കട്ട് ചെയ്യുന്നു. അതൊരു കോൺഗ്രസ്സുകാരന്റെ രോദനമാണ്. ഇങ്ങനെ ആളുകൾ മുഴുവൻ വി.ഡി. സതീശനെതിരെ തിരിയാൻ തുടങ്ങിയിരിക്കുന്നു. ഈവൻ മാധ്യമങ്ങളും സ്മൃതി പരുത്തിക്കാട് അടക്കം. ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്താണ് അതിന് പോംവഴി എന്ന് ആലോചിക്കുന്നു എന്നൊരു ആശ്വാസകരമായ മറുപടി നമ്മൾ പ്രതീക്ഷിക്കും. കൈമലർത്തി കാണിക്കുന്ന ഒരു മന്ത്രിയെ നമുക്ക് ആവശ്യമില്ലല്ലോ. അദ്ദേഹം എന്താണ് ഇനി എപ്പോഴാണ് ഭരിക്കാൻ പറ്റുക എന്ന് അറിയില്ല എന്ന് കൈമലർത്തി കാണിക്കുന്ന ഒരു യഥാർത്ഥ മറുപടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു മരം വീണ് കറണ്ട് പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് വിളിച്ചാൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമില്ല, വേഗം വന്ന് ശരിയാക്കും. അത് ഈ നിമിഷം തുടങ്ങിയല്ല ടൈം പറഞ്ഞത്. ഈ 10 വർഷത്തൊക്കെ ഉണ്ടായ സാഹചര്യം പറഞ്ഞത് KSB ജീവനക്കാർ ഏത് പാതിരാത്രി വിളിച്ചാലും പെട്ടെന്ന് വന്ന് ശരിയാക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെ എല്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ തരത്തിൽ KSB ജീവനക്കാരൊക്കെ പൂർണ്ണമായും ജനങ്ങളോട് ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഈ പ്രശ്നം വരുമ്പോൾ നമ്മളും സമാനമായ ഉത്തരവാദിത്വം, നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ഒരു കാർഡ് കൊടുക്കുന്നതല്ലാണ്. എന്ത് കാർഡ്? ആരോട് പറയുന്നത്? അപ്പോഴും ന്യായീകരിക്കാൻ നടക്കുകയാണ്. ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, സ്മൃതിക്കും ബോധ്യമായി തുടങ്ങിയെന്നർത്ഥം. അപ്പൊ നിർത്തട്ടെ. ബൈ.